ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് കർമ്മയോഗം എന്നാണ്. ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളുടെ കടമകളെ പറ്റിയിട്ടാണ് ഉപദേശിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ഭഗവത്ഗീതയെ തങ്ങളുടെ അടിസ്ഥാന പ്രമാണമായി കാണണം. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജോലി, നമ്മുടെ കടമകൾ, നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളും ദോഷങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അർജുനനിലൂടെ ഭഗവാൻ നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. നീ നിൻ്റെ ജോലി ചെയ്യുക. ജോലി ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഈശ്വരനാണ് ആര്? ശ്രീകൃഷ്ണൻ. ജോലി ചെയ്യാതെ വെറുതെ ഇരുന്ന് കാര്യങ്ങളെല്ലാം നേടണം, എനിക്കത് കിട്ടണം എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദുരിതങ്ങളും പ്രയാസങ്ങളും വരുന്നത്. ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാകും. അർജുനൻ്റെ മുമ്പിൽ ധാരാളം പ്രതിസന്ധികൾ ഇതിനു മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴും അർജുനൻ വലിയ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ പോവുകയാണ്. യുദ്ധമാണ്. മനസ്സും ശരീരവും അർജുനന് പിടിച്ചാൽ പിടികിട്ടുന്നില്ല. ആ സമയത്ത് അർജുനൻ ആരെയാണ് ആശ്രയിച്ചത്? പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് അർജുനൻ ആശ്രയിച്ചത്. എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് അർജുനൻ ഭഗവാനോട് പറഞ്ഞത്. എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, എന്തു ചെയ്യണം എന്നെനിക്കറിയുന്നില്ല, അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ ഭഗവാൻ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞ ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് കർമ്മത്തെ പറ്റിയിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അതിലെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കർമ്മം തന്നെയാണ്. കർമ്മം ചെയ്യുക. ഓരോ മനുഷ്യനും അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ ഗുരുക്കന്മാരോട് ചോദിക്കുക. അങ്ങനെ ഒരു ഗുരു നമുക്കില്ലെങ്കിൽ ഭഗവത്ഗീത അടിസ്ഥാന പ്രമാണമാക്കി ആ ബുക്ക് മേടിച്ചു വെച്ച് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം അതിനകത്തുണ്ടാകും. അതുകൊണ്ടാണ് ഭഗവത്ഗീത നമ്മൾ പഠിപ്പിക്കുന്നത്. നിങ്ങളോട് നിർബന്ധമായും ഭഗവത്ഗീത സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടു പഠിക്കണം എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയും അതുകൊണ്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭഗവത്ഗീത, ശ്രീമദ് ഭഗവത്ഗീതയിലെ മൂന്നാമത്തെ അധ്യായം കർമ്മയോഗം. കർമ്മയോഗത്തിലെ 5ഉം 6ഉം ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ശ്രീകൃഷ്ണ ഉവാച നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യ കർമ്മകൃത് കാര്യദേ ഹ്യവശ്യഃ കർമ്മ സർവഃ പ്രകൃതി ജൈർഗുണൈ. ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് പറയുകയാണ്, വാസ്തവത്തിൽ ഒരാളും ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതെ ഇരിക്കുന്നില്ല. എല്ലാവരും അവരവരുടെ പ്രകൃതിക്ക് അനുസരിച്ച് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുന്നത്. മനുഷ്യന് പല ഗുണങ്ങളുണ്ട്. ചിലർക്ക് സത്വഗുണമായിരിക്കും, ചിലർ തമോ ഗുണത്തിൽപ്പെട്ട ആളുകളായിരിക്കും, ചിലർ രജോ ഗുണത്തിൽപ്പെട്ട ആളുകളായിരിക്കും. ഏത് ഗുണത്തിൽപ്പെട്ട ആളുകളായാലും അവർ അവരുടെ രീതിക്കനുസരിച്ചിട്ടുള്ള സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള കർമ്മം
ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ അതിന് നിർബന്ധിതരായി തീരുകയും ചെയ്യുന്നു എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നു. ഇവിടെ അർജുനൻ്റെ ഗുണം എന്താണ്? രജോ ഗുണമാണ്. അർജുനൻ്റെ വാസന എന്താണ്? യുദ്ധവാസനയാണ്. ആ നിലയിൽ അർജുനൻ്റെ കർമ്മം എന്താണ്? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ അർജുനൻ്റെ കർമ്മത്തെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. നീ നിന്റെ കർമ്മം ചെയ്യുക. അത് അർജുനനോടാണ് ഭഗവാൻ പറഞ്ഞത്. നമ്മൾ ഭഗവത്ഗീത അടിസ്ഥാന പ്രമാണമാക്കി എടുക്കുമ്പോൾ ഭഗവാൻ നമ്മളോട് പറയുന്നു, നീ നിന്റെ കർമ്മം ചെയ്യുക. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, എൻ്റെ ജോലി എന്താണ്? ആ ജോലി ഞാൻ വൃത്തിയായി ചെയ്യുന്നുണ്ടോ? ഞാനതിൽ ഉഴപ്പ് കാണിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിൽ നിന്നും ഓടി ഒളിച്ച് ഒരു പണിയും ചെയ്യാതെ എവിടെയെങ്കിലും മാറി ഇരിക്കുന്നുണ്ടോ? അത് പാടില്ല. ധൈര്യമായി നീ നിൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുള്ള ഫലം ഭഗവാൻ നിനക്ക് നൽകും എന്നാണ് ഇവിടെ പറയുന്നത്. ശരിയല്ലേ? പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലരെന്തു ചെയ്യും? ഒരു പണിയെടുക്കാതെ, ജോലിക്ക് പോകാതെ മദ്യപാനം ചെയ്തുകൊണ്ടിരിക്കും. അവസാനം എന്താണ് അതിൻ്റെ ഒരു ഫലമായി ലഭിക്കുന്നത്? വലിയ വലിയ നാശത്തിലേക്ക് അവനും അവൻ്റെ കുടുംബവും പോകുന്നു. പക്ഷേ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതൊന്നും വകവെക്കാതെ നമ്മുടെ ജോലി നമ്മൾ കൃത്യമായി ചെയ്യുകയും, ഇനി അധികപ്പറ്റെന്തെങ്കിലും ജോലി കൂടി നമ്മൾ ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത് പരമാവധി നമ്മൾ ജോലി ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പ്രകൃതി തന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഒരുക്കിത്തരും. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇവിടെ നീ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു നിൽക്കുന്ന ആളാണ്. നീ ക്ഷത്രിയനാണ്. നിന്റെ ജോലി ധർമ്മയുദ്ധമാണ്. നീ ആ യുദ്ധം ചെയ്യുക, ഓടി ഒളിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകം നോക്കാം. കർമ്മേന്ദ്രിയാണി സംയമ്യ ന ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യത്തെ. ശ്ലോകാർത്ഥം: കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആര് ഇന്ദ്രിയ വിഷയങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ മൂഢാത്മാവിനെ മിഥ്യാചാരൻ എന്ന് പറയുന്നു. അർത്ഥം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. നമ്മളുടെ ഭഗവത്ഗീതയുടെ അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സിനിമയാണ് ഏത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ചിന്താവിഷ്ടയായ ശ്യാമള. നിങ്ങളത് കാണണം. ഒരുപാട് തവണ ആവർത്തിച്ചൊന്ന് കണ്ടു നോക്കൂ. ജോലി ചെയ്യുന്നതിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി വളരെ വിശദമായി പറയുന്ന ഒരു സിനിമയാണ്. ഇവിടെ ഭഗവാൻ അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജോലി ചെയ്യാതെ മാറിയിരിക്കുന്ന, ഇന്ദ്രിയ സുഖങ്ങളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മാറിയിരിക്കുന്നവൻ മൂഢനാണ്, അവൻ മഠേനാണ്, അവൻ കപടനാട്യക്കാരനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരാൾ സന്യസിക്കാൻ പോകുന്നു, സന്യസിക്കുകയാണ്, ധ്യാനിക്കുകയാണ് എന്ന് പറഞ്ഞ് കണ്ണടച്ചിരുന്ന് ഉറങ്ങുകയാണ്. അയാൾ യഥാർത്ഥ സന്യാസിയാണോ? അല്ല. അയാൾ ആരാണ്? കാപട്യക്കാരനാണ്. ഞാൻ രാജാവാണ് എന്ന് പറഞ്ഞ് ഒരു പണിയും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് വേണ്ട ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കാതിരുന്നാൽ അയാൾ കാപട്യക്കാരനല്ലേ? അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പല രാഷ്ട്രീയക്കാരെയും കപട രാഷ്ട്രീയക്കാരൻ എന്ന് വിളിക്കുന്നത്. ഇലക്ഷനൊക്കെ ജയിച്ചു, പിന്നീട് തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ അവരുടെ ഭാവമൊക്കെ മാറി. അതായത് അവരുടെ കാര്യം സാധിക്കുന്നത് വരെ അവർ പല നാടകങ്ങളും ആടും. അതിനുശേഷം അവരവരുടെ യാതൊരു ജോലിയും ചെയ്യില്ല. അതോടുകൂടി നമ്മൾ അവരെ എന്ത് വിളിക്കും? നീ കപടനാണ് എന്ന് വിളിക്കും.
അതുപോലെയാണ് ഇവിടെ ജോലി ചെയ്യാത്ത ആളുകളെ പറ്റി ഭഗവാൻ പറയുന്നത്. നീ നിന്റെ ജോലി ചെയ്തില്ലെങ്കിൽ, നീ ഇപ്പോൾ നിന്റെ പ്രകൃതിക്കനുസരിച്ചിട്ടുള്ള ഈ ധർമ്മയുദ്ധം ചെയ്തില്ലെങ്കിൽ നിന്നെ കപടനാട്യക്കാരൻ എന്ന് വിളിക്കും. നീ മിഥ്യാചാരൻ ആണെന്ന് ആളുകൾ പറയും എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള കപടനാട്യക്കാരൻ സമൂഹത്തിനും രാജ്യത്തിനും ആപത്തായി തീരും. അർജുനൻ ധർമ്മയുദ്ധം ഉപേക്ഷിച്ച് ഏകാന്തവാസത്തിന് പോവുകയാണെങ്കിൽ കുറേ കാലം കൗരവരുടെ പഴയ ചെയ്തികളും തൻ്റെ പ്രതാപങ്ങളുമൊക്കെ ചിന്തിച്ച് അങ്ങനെ കഴിച്ചു കൂട്ടേണ്ടി വരും. തുടർന്ന് ഒരു ക്ഷീണിതനായി ആലസ്യത്തിലേക്ക് പോയി ഉറക്കവുമൊക്കെയായി അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ആ കാട്ടിലൊക്കെ നടക്കേണ്ടതായിട്ടും വരും. അതോടുകൂടി അർജുനൻ എന്ന ആ ഒരു യോദ്ധാവിൻ്റെ പ്രതാപവും ശ്രേയസ്സുമൊക്കെ നഷ്ടപ്പെടും. നേരെ മറിച്ച് ഇപ്പോൾ ധർമ്മയുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അർജുനൻ്റെ യശസ് വർദ്ധിക്കും. ഇതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ? ഒരു പ്രശ്നം വരുമ്പോൾ ഒളിച്ചോടി ഒരു പണിയെടുക്കാതെ മാറിപ്പോകും. അതോടുകൂടി ഒളിച്ചോടിയവൻ അല്ലെങ്കിൽ ധീരനല്ലാത്തവൻ, പ്രശ്നങ്ങളെ നേരിടാൻ അറിയാത്തവൻ, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ നമുക്ക് ലഭിക്കും. പക്ഷേ ധൈര്യത്തോടു കൂടി നിന്ന് നമ്മുടെ ജോലികൾ നമ്മൾ ചെയ്താൽ, നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തി മുമ്പോട്ട് പോയാൽ ശരിയായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറയുന്നു. അങ്ങനെ നമ്മൾ ചെയ്താൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറയുന്നു. അതുപോലെ ധർമ്മയുദ്ധം ചെയ്യുവാനാണ് അർജുനനോട് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ചതി ചെയ്യാനല്ല. അതും പ്രത്യേകമായി ഓർക്കുക. നമ്മൾ ഓരോരുത്തരും ശരിയായ മാർഗത്തിൽ നമ്മുടെ ജോലികൾ വളരെ കൃത്യമായി ആത്മാർത്ഥതയോടുകൂടി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മല പോലെ പ്രശ്നങ്ങൾ വന്നോട്ടെ, ആ പ്രശ്നങ്ങളെയൊക്കെ നേരിടാനുള്ള കരുത്ത് ഈശ്വരൻ നമുക്ക് നൽകും. പക്ഷേ ഒളിച്ചോടരുത്, പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടരുത്. ഒളിച്ചോടുന്നവൻ ഭീരുവാണ്. അവൻ ഒളിച്ചോടി അവൻ്റെ ജീവിതം ഉറങ്ങിത്തീർക്കും. പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മനസ്സിനെ വിഷമിപ്പിച്ച് ഉറങ്ങി അവനങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അത് പാടില്ല. ഇതാണ് ഇവിടെ അർജുനനോട് ഭഗവാൻ പറയുന്നത്. നമ്മളോട് ഓരോരുത്തരോടും ഭഗവാൻ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജോലികൾ വളരെ കൃത്യമായി ചെയ്യുക. പ്രശ്നങ്ങൾ വന്നാൽ അതിനെ അതിജീവിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി ധൈര്യമായി മുമ്പോട്ട് പോവുക. ഭഗവാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അതിനാണ് നാമജപം ചെയ്തുകൊണ്ടിരിക്കുകയും സത്സംഗങ്ങൾ കേൾക്കുകയും ശരിയായ മാർഗത്തിൽ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകും. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തകളും നേരെ നിൽക്കുന്നതിന് വേണ്ടി എപ്പോഴും നാമം ജപിക്കുകയും ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുകയും ഭഗവാന്റെ കഥകൾ കേൾക്കുകയും സത്സംഗത്തിൽ പങ്കുചേരുകയും ചെയ്യുക. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഹരേ കൃഷ്ണ.